യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് ഒഴിയുമ്പോൾ എങ്ങും തൊടാതെയുള്ള മറുപടിയാണ് കേരളം കേട്ടത്. പ്രവാസി എഴുത്തുകാരി ഹണി ഭാസ്കർ നടത്തിയ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടും അഴകുഴമ്പൻ മറുപടിയായിരുന്നു. അതിലേക്ക് അതവർക്ക് തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? അതിനവർക്ക് അവരെന്തെങ്കിലും തെളിവ് അവർ പങ്കുവച്ചിരിക്കുന്ന തെളിവ് പറയട്ടെ, ഞാൻ തീർച്ചയായിട്ടും അവർ പങ്കുവച്ചിരിക്കുന്ന തെളിവ് തന്നെ എന്താണ്? അവർ പങ്കുവച്ചിരിക്കുന്ന തെളിവ് തന്നെ ഒരു ചാറ്റിൻ്റെ ശ്രീലങ്കയും ഒരു വെള്ള ഹൃദയ ചിഹ്നവുമാണ് അവർ പങ്കുവച്ചിരിക്കുന്നത്. അതിന് താഴോട്ടുള്ള സംഭാഷണം അവർ പങ്കുവെക്കാത്തത്. സംസാരിക്കുന്നത് നിയമപരമായി കുറ്റകൃത്യമാണെങ്കിൽ അവരും കുറ്റകൃത്യം ചെയ്തു ഞാൻ പറയേണ്ടി വരത്തില്ലേ? ശ്രീമതി ഹണി ഭാസ്കറിന് അത്തരത്തിൽ ഒരാക്ഷേപമുണ്ടെങ്കിൽ അതവർ തെളിയിക്കട്ടെ. ആര് പറഞ്ഞു, ഏത് വ്യക്തി പറഞ്ഞു? അപ്പോൾ ഒന്നെങ്കിൽ അവർക്ക് നിയമപരമായി പോകാം, അതല്ല പിന്നെ അതിന് നിയമപരമായി പോകാൻ താല്പര്യമില്ലെങ്കിൽ ഞാനും ശ്രീമതി ഹണി ഭാസ്കറും അവർ പറയുന്ന ആളെ കൊണ്ട് ഒരുമിച്ച് നിർത്തിയാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതൊരു നിയമപരമായ പ്രശ്നം അവർ പറയുന്നുണ്ടോ? നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തെന്ന് പറയുന്നുണ്ടോ? അപ്പോൾ എല്ലാത്തിനും ന്യായീകരണ ഉപാധി വെച്ചുകൊണ്ടുള്ള മറുപടിയാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട്. പ്രശാന്ത്, ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുടൻ പത്തനംതിട്ടയിൽ നിന്നും പാലക്കാടേക്ക് വണ്ടി കയറുമ്പോൾ അവിടുത്തെ പാലക്കാട് DCC അധ്യക്ഷനടക്കം പുറത്തേക്ക് പ്രതികരണങ്ങൾ നടത്തിയില്ലെങ്കിലും പാർട്ടിയോട് പറഞ്ഞ കാര്യങ്ങൾ നാം എപ്പോഴും ഓർക്കുകയാണ്. അപ്പോൾ ഇനി ശിഷ്ടകാലം അവിടുത്തെ ആളുകൾക്ക് സഹിക്കുക. നമ്മുടെ ജനാധിപത്യ പ്രക്രിയ അതാണല്ലോ. അവിടുത്തെ ആളുകൾക്ക്, അവിടുത്തെ ജനതയ്ക്ക് ഇനിയുള്ള കാലം സഹിക്കേണ്ടി വരും. ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ മണ്ഡലത്തിലേക്ക് ചെല്ലുമ്പോഴുണ്ടാകുന്ന അവസ്ഥ, അവിടെ വലിയൊരു പ്രതിഷേധ കോലാഹലത്തിനിടയിലൊക്കെ ആയിരിക്കുമോ ചെല്ലേണ്ടി വരിക? അങ്ങനെ എന്തൊക്കെ രാഷ്ട്രീയ കരുക്കൾ മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പ്രശാന്ത്? പ്രജീഷ്, ഇതര രാഷ്ട്രീയ പാർട്ടികൾ പ്രധാനമായും അവിടെ പാലക്കാട് മണ്ഡലത്തിൽ CPM-ഉം BJP-യും വലിയ തോതിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധ പരിപാടികൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തന്നെ അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് എല്ലാം ഫേസ്ബുക്കിലിട്ട കാര്യം നോക്കണം. MLA മണ്ഡലത്തിൽ ഇറക്കില്ല, പാലക്കാട് മണ്ഡലത്തിലെ സ്ത്രീകളുടെ സുരക്ഷ മുൻനിർത്തി MLA മണ്ഡലത്തിൽ ഇറക്കില്ല എന്ന് പറഞ്ഞ് കാട്ടുകോഴി പരാമർശങ്ങളെല്ലാം നടത്തിയാണ് അവർ പ്രചാരണം തുടങ്ങിയിരിക്കുന്നത്. CPM-ഉം അത്തരത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രചാരണം ശക്തമാക്കുകയാണ്. കാരണം ഇനി കഷ്ടിച്ച് ഒരു വർഷമില്ല പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കാൻ. അപ്പോൾ അതെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഈ വിഷയം സജീവമായി തന്നെ നിൽക്കും. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു എന്നതുകൊണ്ട് മാത്രം ഈ പ്രതിസന്ധിയിൽ നിന്ന് കോൺഗ്രസിന് തലവരാൻ പറ്റില്ല. കാരണം ഏറ്റവും വലിയ പ്രതിസന്ധി നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായി തന്നെ അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാം, മുകേഷ് MLA-ക്കെതിരെ എല്ലാം ഇത്തരം വിഷയങ്ങൾ വന്നപ്പോൾ MLA സ്ഥാനം രാജിവെക്കണമെന്ന നിലപാടൊന്നും തന്നെ അവർ എടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് നടക്കില്ല എന്നറിയെങ്കിൽ പോലും വാർത്താ സമ്മേളനത്തിലും പറഞ്ഞുവല്ലോ, മുകേഷ് MLA-ക്കെതിരെ ആരോപണം വന്നപ്പോൾ അദ്ദേഹം രാജിവെച്ചു. AK ശശീന്ദ്രൻ ഇപ്പോഴും മന്ത്രിസ്ഥാനത്ത് തുടരുകയല്ലേ? മറ്റ് സമാന പാർട്ടിയിലെ, സ്വന്തം പാർട്ടിയിലെ മറ്റ് നേതാക്കളുടെ കാര്യം അദ്ദേഹം പറഞ്ഞില്ല. ഇത്തരം ദുരനുഭവങ്ങൾ അല്ലെങ്കിൽ തുറന്നു പറയുകയോ അല്ലെങ്കിൽ അല്ലാതെ അത്തരം കേസുകളിലൊക്കെ പെടുകയോ ചെയ്ത ആളുകൾ ഇപ്പോഴും ജനപ്രതിനിധികളായി നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പിടിവള്ളി ഇനിയും തേടും, ഇനിയും സംസാരിക്കും. അങ്ങനെ അപ്പോഴും ഈ ജനങ്ങളെ ഫേസ് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം ആണല്ലോ. ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം. അതിന് പ്രതീക്ഷ, അതായത് ഇതൊരു സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയം, അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ മോശമായി പെരുമാറുന്ന ഒരു വ്യക്തിയാണ് അവരുടെ MLA. അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകളുടെ പരാതികൾ നേരിടുന്ന ആരോപണത്തിന് വിധേയനായ വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, പാലക്കാട് MLA എന്ന വിഷയമാണ് അവർ പ്രധാനമായി ഉന്നയിക്കുന്നത്. അപ്പോൾ സ്ത്രീ വോട്ടർമാരുടെ മനസ്സ് തിരിക്കുക, അല്ലെങ്കിൽ അവരെ അഭിമുഖീകരിക്കുക എന്നൊരു വലിയ പ്രശ്നം രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് അവിടെ ഉണ്ടാകുമെന്നത് തന്നെയാണ്. ഇത് സജീവ ചർച്ചാ വിഷയമാകുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു താഴെത്തട്ടിലെ പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പ്, പ്രാദേശിക വിഷയങ്ങളൊക്കെ ചെയ്യും. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇത്തരം വിഷയങ്ങൾ സജീവമാക്കി നിർത്താനുള്ള എല്ലാ അടവുകളും CPM-ഉം BJP-യും നടത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ചും പാലക്കാട് മണ്ഡലം ഇപ്പോൾ CPM-ഉം അതുപോലെ തന്നെ BJP-യും ഒരുപോലെ അവർക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും എന്ന് കണക്ക് കൂട്ടുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ ഇതൊരു പ്രധാന ചർച്ചാ വിഷയം തന്നെയായിരിക്കും. അതിനൊപ്പം തന്നെ പ്രധാനമായും ഇത് കോൺഗ്രസിലെ ഒരു യുവ നേതാവിനെതിരായ ആക്ഷേപമാണ്. അപ്പോൾ അതിന്മേൽ